രാഷ്ട്രീയവും ഒരു 5 വർഷവും നടക്കുന്ന ഇലക്ഷനും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെടുന്തൂണാണ്. മറ്റേതൊരു ഗ്രാമത്തെയും പോലെ ചേന്നമംഗലൂരിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ ഇത്തരം 5 വർഷങ്ങളിൽ നടക്കുന്ന ഇലക്ഷൻ നിർണായകമാണ്. ചേന്നമംഗലൂർ രാഷ്ട്രീയത്തിലെ തറവാട്ടു കാരണവന്മാരായ UDF-ഉം LDF-ഉം, പിന്നെ ഇടതിൽ നിന്നും വലതിൽ നിന്നും മാറി മാറ്റത്തിന് വേണ്ടി ജനപക്ഷ മുന്നണിയും, മറ്റൊരു വശത്ത് SDPI. ഇതാണ് ഇപ്രാവശ്യത്തെ ചേന്നമംഗലൂരിലെ ഇലക്ഷന്റെ ചിത്രം. ചേന്നമംഗലൂരിന്റെ 5 വർഷത്തെ വികസനം തീരുമാനിച്ച തെരഞ്ഞെടുപ്പാണ് ഇന്നിവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു 5 വർഷത്തെ ചേന്നമംഗലൂരെന്നും എന്താകണമെന്നും ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പാണിത്. വസ്തുതകളെ കൃത്യമായി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്ന കടമയാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. നാട്ടുവാർത്തകളെ കൃത്യമായി, വ്യക്തമായി, നേരോടെ, നിർഭയം ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഒരുപാട് മാസത്തെ പ്രചരണങ്ങൾക്ക് ഒടുവിൽ ജനപക്ഷ മുന്നണി എന്നൊരു പുതിയ സഖ്യം മുന്നിരിക്കുകയാണ്. പുതിയൊരു മുന്നേറ്റം എന്ന നിലയ്ക്ക് ആശങ്കയുണ്ടോ? ഇല്ല, ഒരാശങ്കയില്ല. എൻ്റെ പ്രതീക്ഷയില്ല. ഒരാശങ്കയില്ല. വൻ ഭൂരിപക്ഷത്തോട് ജയിക്കുമെന്ന പ്രതീക്ഷ. അപ്പോൾ മാസങ്ങളോടെ നീണ്ട പ്രചരണങ്ങൾക്ക് ഒടുവിൽ ഇന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കും. പ്രതീക്ഷയിലാണ്. അതെ, പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ വാർഡിൽ, നമ്മൾ 11-ാം വാർഡിൽ 165 വോട്ടോളം ലീഡാണ് നമുക്കുള്ളത്. അത് മാത്രമല്ല, ഈ പ്രാവശ്യം ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി പോയ സമയത്ത് വളരെ നല്ല അനുകൂലമായ നല്ല മറുപടിയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ കഴിഞ്ഞ LDF, ജമാഅത്തെ ഇസ്ലാമി, DIC ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എതിരിൽ നിന്നിട്ട് പോലും 165 വോട്ടുകൾക്ക് നമ്മൾ വിജയിച്ച വാർഡാണത്. അത് നല്ല പ്രതീക്ഷയുണ്ട്. മാസങ്ങളോട് നീണ്ട പ്രചാരണങ്ങൾക്കും എല്ലാം ഒടുവിൽ ഇന്ന് നമ്മളെ ഇലക്ഷന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ LDF-നെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷ എല്ലാവർക്കും പ്രതീക്ഷ തന്നെയാണ്. എന്താണിപ്പോ ഇത് കഴിഞ്ഞെങ്കിലേ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയാണ്. പ്രതീക്ഷ എല്ലാരും പറയുന്നത് LDF താഴെയാണ് എന്നാണ്. പ്രതീക്ഷ ഇല്ല എന്നാണ് പറയുന്നത്. പ്രചരണം കുറച്ചോ അവസാന ഘട്ടത്തില്? അല്ല, പ്രചരണമൊക്കെ നല്ല രീതിയിൽ പോയി. ഇപ്പൊ എന്താ പ്രതീക്ഷ എല്ലാത്തൊരവസ്ഥയിലാണ്. അല്ല, LDF കുറവാണ് പൊതുവെ. വാർഡ് വിഭജനം ആയതുകൊണ്ട് കുറവിലാണ്. അപ്പൊ അതുകൊണ്ടുള്ളൊരു ഇതേ ഉള്ളൂ. വാർഡ് വിഭജനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഇന്ന് ഒരുപാട് മാസത്തെ പ്രചരണം ഒക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മുടെ ഇലക്ഷന് വേണ്ടി വന്നിരിക്കുകയാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയിലാണ്. UDF-ന് ഉറപ്പാണല്ലോ, പ്രതീക്ഷയുടെ കാര്യമില്ലല്ലോ. LDF പുതിയ മുന്നണി ഒക്കെ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടോ? LDF-ആണോ ഉദ്ദേശിച്ചത്, ജനപക്ഷമാണോ ഉദ്ദേശിച്ചത്? രണ്ടും. കഴിഞ്ഞ 20 വർഷമായിട്ട് ചേന്നമംഗലൂരിൽ CPM-നും ജമാഅത്തെ ഇസ്ലാമി ഒന്നിച്ച് മത്സരിക്കുന്ന ചിത്രമുണ്ട്. അപ്പോൾ ഒക്കെ UDF മറുപക്ഷത്ത്. ഇന്നവരെ നമ്മൾ UDF ജയിച്ച ചരിത്രം ഇവിടെ ഉള്ളല്ലോ. നമുക്ക് ആശങ്കയുടെ കേസ് പോയിട്ട് ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഞങ്ങൾക്ക് പ്രശ്നമില്ല. പ്രതീക്ഷയിലാണ്. പ്രതീക്ഷയില്ല, ഞങ്ങൾക്ക് ഉറപ്പാണ്. 100%. ഈ മുന്നണിയുമായി ജനപക്ഷ മുന്നണി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു നേതാവ് എന്ന നിലയ്ക്ക് പ്രതീക്ഷയുണ്ടോ? നല്ല പ്രതീക്ഷയുണ്ട്. പൂർണ്ണമായും ജയിക്കുന്നുള്ള പ്രതീക്ഷ. പ്രത്യേകിച്ച് ഇപ്പോൾ ബൂത്തിലെ ട്രെൻഡൊക്കെ കണ്ടു നോക്കുമ്പോൾ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുന്നുണ്ട്. പ്രതീക്ഷയിലാണ്. വോട്ട് ചെയ്തോ? എന്തൊക്കെയാണ് പറയാനുള്ളത്? ജനങ്ങളുടെ തീരുമാനമാണ്. ഓരോരുത്തൻ്റെ ഇതിനനുസരിച്ച് ഓരോരുത്തരും ചെയ്യും. വേറെന്താ, ഒരു നല്ല ഭരണം വരണമെന്നാണ് പറയുന്നത്. നല്ല ഭരണമാണ് എല്ലാവരും കൊതിക്കുന്നത്. എല്ലാ പാർട്ടിക്കാരെയും താല്പര്യം അങ്ങനെയല്ല ഉണ്ടാവില്ല. അതേ എനിക്ക് പറയാം. അപ്പോൾ അതിനുവേണ്ടി വോട്ട് ഉപയോഗപ്പെടുത്തി.
അപ്പോൾ എങ്ങനെ പോകുന്നുണ്ട് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ? ഇലക്ഷൻ പ്രവർത്തനം എങ്ങനെ പോകണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കഴിയാതെ ഇലക്ഷൻ തുടങ്ങിയല്ലേ ഉള്ളൂ. ആർക്കും മുൻകൂട്ടൊന്നും പറയാനായില്ല. ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തനം കഴിഞ്ഞ് വളരെ ആവേശത്തോടു കൂടിയാണ് ജനപക്ഷ മുന്നണി പ്രതീക്ഷയിലാണോ? തീർച്ചയായിട്ടും 100% വിജയ പ്രതീക്ഷ തന്നെയാണ്. ഒരുപാട് മാസത്തെ പ്രചരണങ്ങൾക്കും ഒരുപാട് മുന്നേറ്റങ്ങൾക്കും ഇടയിൽ അവസാനം നമ്മൾ ഇലക്ഷന് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുണ്ടോ? UDF-ന് പ്രതീക്ഷയുള്ളൂ. പ്രതീക്ഷയുള്ളൂ. ആശങ്കയും ഒരാശങ്കയില്ല, ആശങ്കയുമില്ല, ഒന്നല്ല ആരെയും. നിങ്ങൾ ചിഹ്നം എന്താ? ബൾബ. നിങ്ങൾ ആവേശത്തിൽ ഇങ്ങനെ ഇറങ്ങിയതാണ് അല്ലേ? വോട്ട് ചെയ്തോ? വോട്ട് ചെയ്യണ്ടേ? ആണോ? ഞാൻ പേരൊക്കെ പറഞ്ഞു. നിങ്ങൾക്കും വേണല്ലേ വോട്ട്? ചേന്നമംഗലൂർ എന്ന ഈ നാട്ടിൽ വന്നുകൂടിയവർ എന്ന നിലക്കാണ് നിങ്ങളായിട്ട് അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ ചേന്നമംഗലൂരിൻ്റെ ഇലക്ഷനും അങ്ങനത്തെ അന്തരീക്ഷവും കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അതിന് പുറമെ ആളായിട്ട് പോകുന്നില്ല, ഏതാന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ വോട്ട് ചെയ്യൽ ഇവിടെ നാട്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ എങ്ങനെയാണ്? ഇലക്ഷനും അങ്ങനത്തെ അതിനായി ബന്ധപ്പെട്ട കാര്യം നല്ലതാണ്. അപ്പോൾ വോട്ട് ചെയ്തോ? ഇല്ല. ചെയ്യാൻ പോണതിന് മുമ്പ് എന്തൊക്കെ പറയാനുള്ളത്? എന്താ വോട്ട് ചെയ്യാൻ പോകണമെങ്കിൽ പിന്നെ ഒരു SIO പ്രവർത്തനാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ഒരാളെ സംഘടന അത് നമ്മൾ പിന്നെ സ്റ്റേജിലേക്ക് ഇതില്ല. കാരണം വോട്ട് എന്താ കളിയില്ല. പഞ്ചായത്തിൽ സഹകരിക്കുകയാണെങ്കിൽ ആ വോട്ട് എന്താണ് അയച്ച് ശരിയാക്കി വേണം. വോട്ടില്ലാതെ വോട്ട് കഴിഞ്ഞ് ഇതിലുണ്ടെങ്കിൽ പിന്നെ അരിവെള്ളം അതില്ലാതൊക്കെ. അപ്പോൾ നമുക്ക് നല്ലൊരു സ്ഥാനാർത്ഥി വരണം അല്ലേ അടുത്ത ഭരണത്തിന് വേണ്ടിയിട്ട്? അടുത്ത അതാ പറയണേ. വോട്ട് ചെയ്ത് കഴിഞ്ഞു. വോട്ടൊക്കെ ചെയ്തു. എന്താ അനുഭവപ്പെടുന്നത്? അനുഭവിച്ച് അങ്ങനെ എനിക്കൊന്നും പറഞ്ഞാൽ അങ്ങനെ കഴിയില്ല. എന്നെക്കൊണ്ട് അങ്ങനെയുള്ള ഓരോരുത്തരും ചെയ്യും. മനുഷ്യൻ്റെ ചിന്ത എങ്ങനെയാണെന്ന് നമുക്കറിയാൻ കഴിയില്ല. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ എണ്ണീട്ടില്ലാതെ അറിയാമെന്ന് എനിക്ക് ആര് ജയിക്കുന്നുള്ളത് വിജയത്തെ ഒരു 31-ാം തീയതി ആകും. ഈ അപര സ്ഥാനാർത്ഥികൾ ഒരുപാടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ആശങ്ക ഉണ്ടായിരുന്നു വോട്ട് ചെയ്യുന്ന സമയത്ത്? അവർക്ക് ചിലപ്പോൾ മാറിപ്പോകും. പെണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ വീട്ടിലെ ചിലപ്പോൾ മാറി പോയിട്ട് കുത്തിയിട്ടൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ശല്യമാണ് അവർക്ക്. അതൊരു ശല്യമാണ് അല്ലേ? മറ്റവർക്ക് ശല്യമാണ്. അപ്പോൾ വോട്ട് ചെയ്തിട്ടില്ല. വോട്ട് ഇല്ല പ്രാവശ്യം. വോട്ട് ഞങ്ങൾക്ക് കൂടി വെട്ടിക്കളഞ്ഞ് നമ്മളെ വോട്ട് വെട്ടിക്കളഞ്ഞു. നിരാശ ഉണ്ടോ? നിരാശ തീർച്ചയായിട്ടുണ്ട്. നാട്ടുകാർക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും ജീവിക്കാൻ വേണ്ടി പോയ ആൾക്കാരെ വോട്ട് വെട്ടാന്നത് ഒരു അർത്ഥത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ ദുഃഖമാണ്. പ്രത്യേകിച്ച് ഗർഭകാലം നോക്കിയൊക്കെ ചിലവരിൽ ഒരു ഭാഗം ചെയ്യാൻ പാടില്ലാത്തിരുന്നത് ശക്തമായ പ്രതിഷേധമുണ്ടല്ലേ? വോട്ടില്ല. 6 മാസത്തിലടുക്ക ആൾക്കാരോട് വരുന്നുണ്ട്. എന്നാലും വെട്ടിപ്പറ്റിക്കുന്നുണ്ട്.